കാട്ടാക്കടയിലെ നവജാത ശിശുവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കുഞ്ഞിന്റെ അമ്മ പൂഴനാട് സ്വദേശി ഷംനയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. സാമ്പത്തിക ബാധ്യത ഭയന്ന് കുഞ്ഞിനെ കൊന്നു എന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ സംഭവത്തിന് പിന്നിൽ മറ്റു ദുരൂഹതകളുണ്ടോ എന്നറിയാൻ ആര്യങ്കോട് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുകയാണ്. ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിലുള്ള കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ പൂഴനാട് സ്വദേശി ഷംനയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ആര്യങ്കോട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നവജാത ശിശുവിന്റെ മരണത്തിൽ പോലീസിന് ആദ്യം മുതൽ സംശയമുണ്ടായിരുന്നുവെങ്കിലും കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞതോടെയാണ് പോലീസ് നടപടി. കാട്ടാക്കട പൂഴനാട് പ്ലാവില വീട്ടിൽ തിങ്കളാഴ്ചയാണ് നാടിനെയും മനുഷ്യ മനസാക്ഷിയെയും നടുക്കിയ സംഭവമുണ്ടായത്. ഭർത്താവിനെയും വീട്ടുകാരെയും അറിയിക്കാതെ 21-കാരി ഷംന 9 മാസം ഗർഭം ഒളിച്ചുവെച്ചതായും തിങ്കളാഴ്ച പ്രസവം നടന്നതിന് പിന്നാലെ കുട്ടിയെ മർദ്ദിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതായും പോലീസ് പറയുന്നു. ഭർത്താവ് അൽത്താഫ് വീട്ടിലെത്തിയപ്പോൾ വയറുവേദനയാണെന്നും ആശുപത്രിയിൽ പോകണമെന്നും ഷംന ആവശ്യപ്പെടുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറായ ഷംനയുടെ ഭർത്താവ് ഷംനയെ വാഹനത്തിലിരുത്തിയ ശേഷം ആശുപത്രി രേഖകൾ എടുക്കാൻ തിരികെ മുറിയിലെത്തിയപ്പോഴാണ് കട്ടിലിനടിയിൽ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ നവജാത ശിശുവിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന് ജീവനില്ലായിരുന്നു. കുഞ്ഞിന്റെ കഴുത്തിലും ശരീരത്തിലുമുള്ള മുറിവുകൾ കണ്ട് സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. 1.5 വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടി ഇവർക്കുണ്ട്. പിന്നാലെ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ജനിച്ചു വീണ കുഞ്ഞിന്റെ ശരീരത്തിലും തലയ്ക്കു പിന്നിലും മുറിവുകളുണ്ടെന്നും കുഞ്ഞിനെ കൈകൊണ്ട് 1-ലധികം തവണ അടിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രണ്ടാമതൊരു കുട്ടി കൂടി ഉണ്ടാകുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാകുമെന്ന് ഭയന്നാണ് കൊലപാതകം നടത്തിയതെന്ന ഷംനയുടെ മൊഴിയാണ് നിലവിൽ പോലീസിന് മുന്നിലുള്ളത്. എന്നാൽ മറ്റാർക്കെങ്കിലും നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യവും ആര്യങ്കോട് പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഷംന പോലീസ് നിരീക്ഷണത്തിലാണ്. ആശുപത്രി വിടുന്ന മുറയ്ക്ക് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.